നാരായണ 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 നാരായണ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 360 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് 2026 ജനുവരി 1-ാം തീയതി, പുതുവർഷ പിറവി. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാൽമീകി രാമായണത്തിലെ ഓരോരോ അധ്യായങ്ങളായിട്ടുള്ള പാരായണം അനുസ്യൂതം തുടരുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലെ 65-ാം സർഗം വരെ ആയി നമ്മുടെ പാരായണ പ്രഭാഷണങ്ങൾ. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, വാനരന്മാരോട് അംഗദൻ ആവശ്യപ്പെട്ടു, ഓരോരുത്തരുടെയും കഴിവ് എത്രയാണ്, എത്രത്തോളം ദൂരം സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും, നമുക്ക് എങ്ങനെയാണ് രാവണൻ്റെ ലങ്കയിലേക്ക് എത്താനായിട്ട് സാധിക്കുക, സീതാദേവിയെ സംരക്ഷിക്കണം, രാവണൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ദൃഢനിശ്ചയമെടുത്തിരിക്കുകയാണ്, എല്ലാ വാനരന്മാരും. അതിന് തനിക്ക് പറ്റാവുന്നത്ര ശക്തിയോടുകൂടി അചഞ്ചല പരാക്രമികളായിട്ടുള്ള ആ വാനരന്മാർ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അംഗദ രാജകുമാരൻ പറയുകയുണ്ടായി, നിങ്ങളെല്ലാവരും ഉത്തമ കുലത്തിൽ ജനിച്ചവരാണ്, അനേകം പരാക്രമങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വ്യക്തിയും ഉണ്ടാവില്ല. നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒരാൾക്ക് നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല. അവരവർക്ക് എത്ര ദൂരം ചാടാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ഓരോരുത്തർക്കും അറിയാമല്ലോ. അത് ഓരോരുത്തരായിട്ട് പറയണം എന്ന് പറയുകയാണ്. അങ്ങനെ സ്വന്തം ശക്തി എത്രയുണ്ട് എന്ന് ആവിഷ്കരിക്കുകയാണ് അംഗദൻ. തൻ്റെ കൂട്ടുകാരുടെ, തൻ്റെ വാനര സൈന്യങ്ങളുടെയൊക്കെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പറയുകയാണ്. ഓരോ വാനരന്മാർ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, അങ്ങനെയുള്ള ദ്വിവിധൻ മുതലായിട്ടുള്ള വാനരന്മാർ അവനവൻ്റെ എത്രത്തോളം ചാടാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി വ്യക്തമാക്കുന്ന അധ്യായമാണ് 65-ാം സർഗം. 65-ാം സർഗം നമുക്ക് പാരായണം ചെയ്യാം. അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ കിഷ്കിന്ധാകാണ്ഡേ പഞ്ചഷഷ്ടിതമഃ സർഗഃ. തദംഗദവചഃ ശ്രുത്വാ സർവേ തേ വാനരോത്തമാഃ സ്വം സംഗതൗ സമുത്സാഹം ആഹുസ്തത്ര യഥാക്രമം. ഗജോ ഗവാക്ഷോ ഗവയ ശരഭോ ഗന്ധമാദന മൈന്ദശ്ച ദ്വിവിധശ്ചൈവാം സുഷേണോ ജാമ്പവാംസ്തഥാ. ആവഭാഷേ ഗജസ്തത്ര പ്ലവേയം ദശയോജനം
गवाक्षो योजनान्याः गमिष्यामीति 20। गवयो वानरस्तत्र वानरांस्तानुवाचः 30 तु गमिष्यामि योजनानां प्लवङ्गमाहं। शरभस्तानुवाचाथ वानरान् वानरेर्षभां 40 गमिष्यामि योजनानां प्लवङ्गमाहं। वानरांस्तु महातेजाम् अब्रवीद्गन्धमादनां योजनानां गमिष्यामि 50 न संशयां। मैन्दस्तु वानरस्तत्र वानरांस्तानुवाचः योजनानां परं 60 प्लवितुमुत्सहे। ततस्तत्र महातेजां द्विविधप्रत्यभाषतां गमिष्यामि सन्दायः 70 योजनान्यहम्। सुषेणस्तु हरिश्रेष्ठ प्रोक्तवान् कपिसत्तमान् 80 योजनानां तु प्लवेयं प्लवगेश्वर। तेषां कथयतां तत्र सर्वांस्तान् अनुमान्य च ततो वृद्धतमस्तेषां जाम्बवान् प्रत्यभाषतां। पूर्वमस्माकम् अप्यासीत् कश्चिल् गतिपराक्रमां ते वयं वयसपारम् अनुप्राप्ता स्म साम्प्रतम्। किन्तु नैवं गते शक्यमिदं कार्यमुपेक्षितं यदर्थं कपिराजस्य रामस्य कृतनिश्चयौ। साम्प्रतं कालभेदेन या गतिस्तां निबोधतां 90 योजनानां तु गमिष्यामि न संशयाम्। तांस्तु सर्वान् हरिश्रेष्ठान् जाम्बवान् पुनरब्रवीत् न खल्वेतावदेवासीत् गमने मे पराक्रमा। मया महाबलैश्चैवां यज्ञे विष्णुसनातना प्रदक्षिणीकृतः पूर्वं क्रममाणस्त्रिविक्रमम्। स इदानीमहं वृद्धा प्लवने मन्दविक्रमा यौवनेत जातदासीन्मे बलमप्रतिमं परै। सम्प्रत्येतावतीं शक्तिं गमने तर्कयाम्यहं नैतावता च संसिद्धि कार्यास्यास्य भविष्यति। अथोत्तरमुदारार्थमब्रवीदङ्गदस्तदा अनुमान्य महाप्राज्ञं जाम्बवन्तं महाकपि अहमेतद्गमिष्यामि योजनानां 100 महल् निवर्तने तु मे शक्तिः स्यान्न वेदि न निश्चिता। तमुवाच हरिश्रेष्ठं जाम्बवान् वाक्यकोविदा ज्ञायते गमने शक्तिस्तव हर्यक्षसत्तमा। कामं 100 सहस्रं वा न ह्येष विधिरुच्यते योजनानां भवान् रक्तो गन्धं प्रति निवर्तितम्। न हि प्रेषयिता तात स्वामी प्रेष्य कथञ्चन भवतायां जनः सर्वा प्रेष्य प्लवगसत्तमा। भवान् कळत्रमस्माकं स्वामिभावे व्यवस्थिता। स्वामी कळत्रं सैन्यस्य गतिरेषा परन्तपा। तस्मात् कळत्रवत्तत्र प्रतिपाल्यते सदा भवान् अविचैतस्य कार्यस्य भवान् मूलमरिन्दमा। मूलमर्थस्य संरक्ष्यमेष कार्यविदां नय मूलैः सति सिद्ध्यन्ति गुणा पुष्पफलोदयाः। तद्भवानस्य कार्यस्य साधनं सत्यविक्रमा बुद्धिविक्रमसम्पन्नो हेतुरत्र परं तपा। गुरुश्च गुरुपुत्रश्च त्वं हि न कविसत्तमा भवन्तमाश्रित्य वयं समर्था ह्यर्थसाधने। उक्तवाक्यं महाप्राज्ञं जाम्बवन्तं महाकवि प्रत्युवाचोत्तरं वाक्यं बालिसूनुरथाङ्गदाम्। यदि नाहं गमिष्यामि नान्यो वानरपुङ्गवः पुनः खल्विदमस्माभिः कार्यं प्रायोपवेशनम्। न ह्यकृत्वा हरिपदयं सन्देशं तस्य धीमता तत्राविगत्वा प्राणानां पश्यामि परिरक्षणम्। स हि प्रसादे चात्यर्थं कोपे च हरिरीश्वरा अधीत्य
തസ്യ സന്ദേശം വിനാശോ ഗമനേ ഭവേൽ. തദ്യഥാ ഹ്യസ്യ കാര്യസ്യ ന ഭവത്യന്യഥാ ഗതി തദ്ഭവാനേവ ദൃഷ്ടാർത്ഥാം സംചിന്തയിതുമർഹതി. സ്വംഗതേന തഥാ വീര പ്രത്യുക്തപ്രവകർഷഭാം ജാമ്പവാനുത്തരം വാക്യം പ്രോവാചേതം തതോംഗതം. അസ്യ തേ വീരകാര്യസ്യ ന കിഞ്ചിൽ പരിഹീയത്തെ ഏഷ സഞ്ചോദയാമ്യേനം യക്കാര്യം സാധയിഷ്യതി. തതഃ പ്രതീതം പ്ലവതാം വരിഷ്ഠമേകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം സംചോദയാമാസ ഹരിപ്രവീരോ ഹരിപ്രവീരം ഹനുമന്തമേവാം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ ബലേയാത്താവിഷ്കരണം നാമ പഞ്ചഷഷ്ടിതമഃ സർഗഃ. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ. ഓരോരോ വാനരന്മാരോടായിട്ട് അവനവൻ്റെ ശക്തി എന്താണ് എന്ന് പ്രകടിപ്പിക്കാനായിട്ട് പറയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും ഓരോരുത്തർക്കും എന്ന് കാണിക്കാനായിട്ട് പറയാണ്. സ്വന്തം ശക്തി എത്രയാണ് എന്ന് ആവിഷ്കരിക്കൂ എന്ന് അംഗദൻ ഓരോരുത്തരോട് പറയാണ്. അങ്ങനെയുള്ള യുവരാജാവായിട്ടുള്ള അംഗദൻ്റെ നിർദ്ദേശം കേട്ടപ്പോൾ കവിശ്രേഷ്ഠന്മാരായിട്ടുള്ള വാനരന്മാർ ഓരോരുത്തരും അവരവരുടെ സാമർഥ്യം വ്യക്തമാക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഓരോരുത്തരായിട്ട് ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, ഗന്ധമാദനൻ, മൈന്ദൻ, ദ്വിവിധൻ, സുഷേണൻ, ജാമ്പവാൻ ഇങ്ങനെയുള്ള വാനരന്മാർ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. ഗജോ ഗവാക്ഷോ ഗവയാം ശരഭോ ഗന്ധമാദന മൈന്ദശ്ച ദ്വിവിധശ്ചൈവ സുഷേണോ ജാമ്പവാംസഥ ആവഭാഷേ ഗജസ്തത്ര പ്രവേയം ദശയോജനം. ഓരോരുത്തരായിട്ട് പറയാണ്, ഞാൻ 10 യോജന ചാടാൻ എനിക്ക് സാധിക്കും എന്ന് പറയാണ്. ഗജൻ പറയാണ്, അങ്ങനെ ഗജൻ എന്നുള്ള വാനരം പറയാണ്, എനിക്ക് 10 യോജന ദൂരം ചാടാൻ കഴിയും. ഇപ്പോൾ ഗവാക്ഷൻ പറഞ്ഞു, ഞാൻ 20 കാതം ദൂരത്തേക്ക് ചാടാം, 20 യോജന ദൂരം ഞാൻ ചാടിക്കൊള്ളാം എന്നാണ്. അത് കേട്ട് ഗവയന് സന്തോഷമായി. ഗവയൻ പറഞ്ഞു, ഞാൻ 30 യോജന നിഷ്പ്രയാസം ചാടാം. ശരഭനാണെങ്കിൽ 40 യോജന വരെ എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് ശരഭൻ്റെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഗന്ധമാദനം പറയണു, ഞാൻ 50 കാതം വഴി ഒന്നിച്ചെത്തും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ശക്തി വെളിപ്പെടുത്താണ്. മൈന്ദൻ പറഞ്ഞു, എനിക്ക് 60 യോജന ചാടാൻ കഴിയും, യാതൊന്നുകൊണ്ടും സംശയിക്കാനില്ല. മൈന്ദസ്സു വാനരസ്തത്ര വാനരാംസ്ഥാൻ ഉവാചഹ യോജനാനാം പരം ഷഷ്ടിം അഹം പ്ലവിതുമുത്സഹേ. യോജനാനാം അഹം ഷഷ്ടി, 60 യോജന ഞാൻ പ്ലവിതും, ഞാൻ ഇവിടെ ചാടാൻ തയ്യാറാണ് ഉത്സാഹത്തോടു കൂടി. അപ്പോൾ ദ്വിവിധൻ പറയാണ്, സേനാപതിയാണ് ദ്വിവിധൻ, ഞാൻ 70 യോജന ഒന്നിച്ച് ചാടാൻ എനിക്ക് സാധിക്കും, സംശയമില്ല എന്നാണ്. തതസ്തത്ര മഹാതേജ ദ്വിവിധ പ്രത്യഭാഷതാം ഗമിഷ്യാമി ന സന്ദേഹ 70 യോജനാന്യഹം. യാതൊരു സംശയമില്ലാതെ 70 യോജന ദൂരത്തോളം ചാടിക്കടക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ഇതാ ദ്വിവിധൻ പറയാണ്, സേനാപതിയായിട്ടുള്ള ദ്വിവിധൻ. സുഷേണനാണെങ്കിൽ അത് 80 യോജന ദൂരം, അങ്ങനെ ഓരോരുത്തരായിട്ട് കൂടുതൽ യോജന ദൂരം ചാടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ശക്തി അങ്ങനെ ഓരോരുത്തരായിട്ട് പറയുമ്പോൾ എല്ലാവരിലും വെച്ച് വയോവൃദ്ധനാണല്ലോ ജാമ്പവാൻ. ജാമ്പവാൻ എല്ലാവരെയും ബഹുമാനത്തോടുകൂടി നോക്കിക്കൊണ്ട് നന്നായി ഓരോരുത്തരും അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ഏതായാലും പണ്ടൊക്കെ ആണെങ്കിൽ ഞാനും ഇതുപോലെ ചാടുമായിരുന്നു. ജാമ്പവാൻ പറയാണ്, ചങ്ങാതിമാരെ, പണ്ട് വളരെ ദൂരം ചാടുവാൻ എനിക്ക് ഉശിരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ പ്രായാധിക്യം കൊണ്ട് ഒന്നിനും വയ്യാത്തൊരവസ്ഥയായി. പൂർവം അസ്മാകമപ്യാസീൽ കശ്ചിൽ ഗതി പരാക്രമ തേവയം വയസ്സപ്പാരം അനുപ്രാപ്ത സ്മ സാമ്പ്രതം. എനിക്കിപ്പോൾ കിം തു ന ഏവം ഗതേശക്യമിതം കാശുപേക്ഷിതം യദർശം കവിരാജസ്യ രാമസ്യ കൃതനിശ്ചയവും. ഇത് രാമൻ്റെ നിശ്ചയമാവും, ഈടവനെ കൊണ്ട് അത്ര ചാടാൻ കഴിയില്ല എന്നുള്ളത്. ഇത് അതിനെ ഒരു കഴിവ് പറഞ്ഞുകൊണ്ട് വയസ്സായി എന്നുള്ള കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശ്രീരാമകാര്യത്തിൽ നിന്ന് ഒഴിയുകയല്ല, അങ്ങനെ വിചാരിക്കരുത്.
അത് ഒരിക്കലും പാടില്ല. ശ്രീരാമകാര്യത്തിന് ഉത്സാഹമായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, സ്വന്തം ബലം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. സ്വന്തം ബലം പറയണമെന്ന് അംഗദൻ പറഞ്ഞിട്ടുമുണ്ട്. അതനുസരിച്ച് ആണ് നമ്മളെല്ലാം പറഞ്ഞയച്ചിരിക്കുന്നതും. ശ്രീരാമചന്ദ്രനും സുഗ്രീവനുമൊക്കെ സീതാദേവിയെ കണ്ടുപിടിക്കാനും നമ്മുടെ ബലമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ ഇത്രയും പ്രായമായിട്ടും ഞാൻ 90 യോജനയ്ക്ക് എനിക്ക് ചാടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയാണ് ജാമ്പവാൻ. പണ്ട് ഞാൻ ചാടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം ചാടാൻ പറ്റുമെന്ന് വിചാരിക്കണോ. 90 യോജനയോളം ദൂരം എനിക്ക് ചാടാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ജാമ്പവാൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയാണ്, തൻ്റെ കഴിവുകളെ എല്ലാം പ്രായം കൊണ്ട് ക്ഷീണമായിപ്പോയി, എന്നാൽ താൻ തൻ്റെ കഴിവനുസരിച്ച് സംശയമില്ലാതെ പ്രവർത്തിക്കും. സാമ്പ്രതം കാലഭേദേന യാഗതിസ്താം നിബോധത 90 യോജനാനാം തു ഗമിഷ്യാമി ന സംശയ. 90 യോജനാനാം 90 യോജന ദൂരത്തോളം പോകാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെ ജാമ്പവാൻ ബോധിപ്പിക്കുകയാണ്. പണ്ട് അസുരചക്രവർത്തി ആയിട്ടുള്ള മഹാബലിയുടെ മുന്നിൽ നിന്ന് 3 അടി അളന്ന മഹാവിഷ്ണുവിനെ ഭൂലോകം മുഴുവൻ ചുറ്റി 3 പ്രാവശ്യം ഞാൻ പ്രദക്ഷിണം വെച്ച് നടക്കുകയുണ്ടായിട്ടുണ്ട്. ജാമ്പവാൻ പറയാണ്, അത് അത്രയും ഊക്കിൽ നടക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജരാനരകളൊക്കെ ബാധിച്ച് എനിക്ക് അങ്ങനെയൊന്നും ചാടാനുള്ള ഊക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. യൗവനത്തിൽ അതുല്യമായ ബലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എന്താണുള്ളത് എന്നല്ലേ നോക്കേണ്ടത്. ഇപ്പോൾ ഇത്രയ്ക്കേ എനിക്ക് ശക്തിയുള്ളൂ, ഇതിലധികം ചാടാൻ സാധിക്കില്ല എന്ന് തോന്നുകയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസമില്ലായ്മ. പക്ഷേ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒഴികൊഴിവ് പറയുമെന്ന് തോന്നരുത്. അതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കില്ലേനും. അതുകൊണ്ട് കാര്യം നടക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്ന് ജാമ്പവാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനിയാണ് ജാമ്പവാൻ. ആ ജാമ്പവാൻ്റെ അറിവിനെ മാനിച്ചുകൊണ്ട് അംഗദൻ വളരെ ബഹുമാനത്തോടുകൂടി ജാമ്പവാനോട് പറഞ്ഞു, അങ്ങോട്ട് വിഷമിക്കേണ്ട, ഏതായാലും 100 യോജനയാണല്ലോ ഇവിടുന്ന് കടക്കേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ പിന്നിടാം, അങ്ങോട്ട് ഞാൻ ചാടിക്കോളാം 100 യോജന. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് ചാടണ്ടേ? അതുപോലെ അങ്ങോട്ട് പോയ പോലെ ശക്തി കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് അത്ര ഉറപ്പ് തോന്നണില്ല എന്നാണ് അംഗദൻ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോൾ 100, 200 യോജന ചാടേണ്ടി വരില്ലേ? അത്രയ്ക്കുള്ള ശക്തി എനിക്കുണ്ടാകുമോ? അഹമേതൽ ഗമിഷ്യാമി യോജനാനാം ശതം മഹൽ നിവർത്തനേതു മേ ശക്തി സ്യാന്ന ബേരി നിശ്ചിത. നിവർത്തനേതു മേ ശക്തി, തിരിച്ചു വരാനുള്ള ശക്തി. അങ്ങോട്ട് എങ്ങനെയും ഞാൻ ചാടിയെത്താം 100 യോജന ദൂരത്തോളം. പക്ഷേ നിവർത്തനേതുമേ ശക്തി, അത് തിരിച്ചു വരാനുള്ള ശക്തി സ്യ ന വേദി ന നിശ്ചിത, അതുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്ന് പറയാണ്. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, അങ്ങയുടെ പരാക്രമം ശക്തിയൊക്കെ എനിക്കറിയാം. 100 1000 യോജന വഴി, എന്നാൽ അങ്ങ് ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല എന്ന് പറയാം. അങ്ങേക്ക് കഴിവൊക്കെ ഉണ്ടാവും, വാലിയുടെ പുത്രനല്ലേ, നല്ല ശക്തിയുണ്ട് അങ്ങേക്ക്. പക്ഷേ ഞങ്ങളെ പറഞ്ഞയച്ച സ്വാമിയുടെ മകൻ ഒരിക്കലും ദൂതനാകരുത് എന്നർത്ഥം. അങ്ങ് ഞങ്ങളുടെയൊക്കെ നേതാവാണ്, ഞങ്ങളുടെ യജമാനാണ്, സുഗ്രീവനാണ് അങ്ങേ പറഞ്ഞയച്ചിരിക്കുന്നത്, രാജാവിൻ്റെ സ്ഥാനമാണ് അങ്ങേക്ക്. ഒരിക്കലും അങ്ങ് ദൂതനായിട്ട് പ്രവർത്തിക്കരുത്. അങ്ങ് എല്ലാവരെയും തയ്യാറാക്കി അങ്ങോട്ട് അയക്കുവാൻ ഭൃത്യന്മാരെ തയ്യാറാക്കലാണ് അങ്ങയുടെ കർത്തവ്യം. അല്ലാണ്ട് അങ്ങ് സ്വയം തന്നെ എടുത്ത് ചാടാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. രാജാവ് തന്നെ ഇതിനുവേണ്ടി തുനിഞ്ഞാൽ ആരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കുക?
അല്ലയോ അംഗദ, യുവരാജാവായിട്ടുള്ള അംഗദനോട് പറയാണ്, അങ്ങ് സ്വാമിയാണ്, ഞങ്ങളുടെ എല്ലാ സേനകളുടെയും സ്വാമിയാണ് ഭാര്യയുടെ പുത്രനായിട്ടുള്ള അങ്ങ്. അങ്ങാണ് ഞങ്ങൾക്ക് കളത്രം എന്ന് പറയും. കളത്രം സേനകൾക്ക് സ്വാമിയാണ് കളത്രം. കളത്രം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പുത്രൻ, രാജപുത്രൻ. നാട്ടു നടപ്പ് അങ്ങനെയാണ് അർത്ഥം. അതുകൊണ്ട് കളത്രത്തെ ഞങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി എപ്പോഴും രക്ഷിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ അങ്ങേക്ക് കാവലിരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങേക്കൊരു കേടും വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ഭൃത്യന്മാരാണ്. തസ്മാൽ കളത്രവത്തത്ര പ്രതിപാല്യ സുധാ ഭവാൻ അഭിചൈതസ്യ കാര്യസ്യ ഭവാൻ മൂലമരിന്തമാം. അങ്ങാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടവൻ. അതുകൊണ്ട് അങ്ങയെ ഞങ്ങളെപ്പോഴും പരിരക്ഷിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, ഈ വൻ കാര്യം സാധിക്കണമെങ്കിൽ അതിൻ്റെ ആണിവേര് അങ്ങ് തന്നെയാണ്. അവിടെ നിന്നാണ് കാര്യത്തിൻ്റെ വേര് എപ്പോഴും നിലനിർത്തണമെന്നാണ് അറിവുള്ളവർ പറഞ്ഞു തരാറ്. വേരുണ്ടായാലല്ലേ പൂവും കായൊക്കെ ഉണ്ടാവുള്ളൂ. പൂവും കായുമാകുന്നത് ഞങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അങ്ങുണ്ടാകണം. അങ്ങയിൽ നിന്നാണ് ഞങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ഒരു സൈന്യമൊക്കെ ഉണ്ടായതും ഒക്കെ. ഇതെല്ലാം വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അങ്ങയെ സംബന്ധിച്ച് പരാക്രമിയാണ്, ബുദ്ധിശക്തിയുള്ളവനാണ്, എല്ലാം ഒത്തിണങ്ങിയ ഉണ്ണിയാണ് അങ്ങ്. ഞങ്ങളുടെ ആചാര്യനാണ്, ആചാര്യൻ്റെ പുത്രനുമാണ്. അങ്ങയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നടത്താനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങ് സൈന്യത്തെ പോലെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറയാണ്. അങ്ങ് എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഗുരുശ്ച ഗുരുപുത്രശ്ച ത്വംഹിന കവി സത്തമാ. ഗുരുവും അങ്ങ് തന്നെയാണ്, ഗുരുപുത്രനും അങ്ങ് തന്നെയാണ്. ഭവന്തം ആശ്രിത്യ വയം സമർത്ഥ ഹ്യർത്ഥസാധനേ. അങ്ങയെ ആശ്രയിച്ചുകൊണ്ടാണ്, അങ്ങയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തുന്നത് എന്നെല്ലാം ജാമ്പവാൻ്റെ വാക്കുകൾ അംഗദൻ അത് കേട്ടു മറുപടിയായിട്ട് പറയാണ്. ഏതായാലും സിംഹവിക്രമിയായിട്ടുള്ളൊരു വാനരൻ തയ്യാറാവണം ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വാനരൻ തയ്യാറാകുകയോ അല്ലെങ്കിൽ ഞാൻ തന്നെ പോകാനോ തയ്യാറായില്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. നമ്മുടെ വിജയം നമ്മുടെ ഭാഗത്താവില്ല എന്നർത്ഥം. നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. പ്രായോപവേശം തന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. സുഗ്രീവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിബുദ്ധിമാനാണ് സുഗ്രീവൻ. സുഗ്രീവൻ്റെ കൽപ്പന അനുഷ്ഠിക്കാതെ തിരിച്ചു ചെന്നാൽ ആർക്കും രക്ഷ കിട്ടില്ല. എല്ലാവരുടെയും ഗളച്ഛേദം വരുത്തും സുഗ്രീവൻ. രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ് രാജാവായിട്ടുള്ള സുഗ്രീവൻ. അതുപോലെ തന്നെ കനിവുള്ളവനാണ്, കയർക്കാൻ കഴിവുള്ളവനാണ്, ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ളവനാണ് സുഗ്രീവൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സുഗ്രീവാജ്ഞ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഗ്രീവാജ്ഞ ഒരിക്കലും ലംഘിക്കുവാൻ കഴിയില്ല എന്നർത്ഥം. ലംഘിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ജീവസന്ധാരണം പോലും ബുദ്ധിമുട്ടായി തീരും സുഗ്രീവാജ്ഞ ലംഘിച്ചാൽ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ സഫലീകൃതമാകാൻ വേണ്ടി വേണ്ടതുപോലെ ആലോചിച്ച് അറിവുള്ള അങ്ങ് തന്നെ തൃപ്തിപ്പെടുത്തി പറഞ്ഞു തരണം എന്ന് പറയുന്നത് ജാമ്പവാനോട്. അങ്ങ് ജ്ഞാനിയാണല്ലോ, കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ ഉണ്ട്, പ്രവൃത്തി പരിചയമുള്ളവനാണ്. ഈ ഉള്ളവനേക്കാൾ ധാരാളം പ്രവൃത്തി പരിചയമുള്ളവനാണല്ലോ അങ്ങ്. അറിവുള്ള അങ്ങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എങ്ങനെയാണ് ഇനി നമുക്ക് പുറപ്പെടേണ്ടത്, തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയുകയാണ് അംഗദൻ. തദ്യഥാഹ്യസ്യ കാര്യസ്യ ന ഭവതി അന്യഥാഗതി തൽഭവാനേവ ദൃഷ്ടാർത്ഥ സം ചിന്തയിതുമർഹതി. എങ്ങനെയാണ് വേണ്ടതെന്ന് ആലോചിച്ച് അറിവുള്ള അങ്ങ് ഞങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് ജാമ്പവനോട് ആവശ്യപ്പെടുന്നു. അംഗദൻ ഇത്തരം വാക്കുകൾ പറഞ്ഞപ്പോൾ ജാമ്പവാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാണ്, അല്ലയോ ഉണ്ണി അംഗദ, അങ്ങയുടെ ആലോചനയ്ക്കും അങ്ങയുടെ കാര്യത്തിനും ഒരിക്കലും ന്യൂനത വരില്ല. നിഷ്പ്രയാസം ഇതൊക്കെ സാധിക്കാവുന്ന ഒരുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അവനെ ഞാൻ പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം എന്ന് പറയാണ്. ഹനുമാനെ ഉദ്ദേശിച്ചാണ് ജാമ്പവാൻ പറയണത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു വാനരനുണ്ട്, കഴിവുള്ള വാനരനാണ്, കാര്യങ്ങൾ നേടിവരാൻ കഴിവുള്ളവനാണ്. ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. അവനവൻ്റെ ശക്തി എന്താണെന്നൊന്ന് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഹനുമാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ആ ഹനുമാനെ ഒന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് അനങ്ങാതിരിക്കുന്ന വാനരവീരനായിട്ടുള്ള അമേയ വിക്രമിയായിട്ടുള്ള വായുപുത്രൻ ഹനുമാനെ ജാമ്പവാൻ നോക്കി എന്ന് പറയാണ്. ജാമ്പവാൻ ഇങ്ങനെ മൂലയിലിരിക്കുന്ന ഹനുമാൻ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള മാതിരി ഇരിക്കുകയാണ് ഹനുമാനെ നോക്കി. അപ്പോൾ ജാമ്പവാൻ്റെ മനസ്സിൽ നല്ല സന്തോഷം തോന്നി. ഏതായാലും ഹനുമാനെ ഒന്ന് പ്രേരിപ്പിക്കണം തീരുമാനിച്ച് അങ്ങ് ഹനുമാൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയുകയാണ്. ഹനുമാനെ പ്രേരിപ്പിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് ചെല്ലുകയാണ്. തതപ്രതീതം പ്ലവതാം വരിഷ്ഠമേകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം സംചോദയാമാസ ഹരിപ്രവീരം ഹനുമന്തമേവ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം സമർപ്പിച്ചത്. തതപ്രതീതം പ്ലവതാം വരിഷ്ഠം. അങ്ങനെ എല്ലാം കഴിവുള്ള ഹനുമാൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ, അവനവൻ്റെ ശക്തിയെപ്പറ്റി ഒന്നും പറയാതെ, ഏകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം, ഏകാന്തതയിൽ സുഖമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സംചോദയാമാസ ഹരിപ്രവീരോ, ആ ഹരിപ്രവീരനായിട്ടുള്ള ഹനുമാനോട് ചോദിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ജാമ്പവാൻ ഹരിപ്രവീരം ഹനുമന്തമേവ, ഹരിപ്രവീരനായിട്ടുള്ള ഹനുമാൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയണം. അങ്ങനെ ഹനുമാനെ പ്രേരിപ്പിക്കുകയാണ്. ജാമ്പവാൻ ഹനുമാനോട് പറയുന്ന കാര്യങ്ങളും, ഹനുമാൻ എന്താ മിണ്ടാതിരിക്കുന്നത്, എല്ലാം കഴിവുള്ളവനല്ലേ അങ്ങ്, സുഗ്രീവൻ്റെ ആജ്ഞ നിറവേറ്റണ്ടേ, രാമലക്ഷ്മണരുടെ കാര്യങ്ങളെല്ലാം സഫലീകൃതമാക്കണ്ടേ, അതിനൊക്കെ കഴിയുന്നവനാണല്ലോ അങ്ങ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹനുമാനെ പ്രേരിപ്പിക്കുന്ന ഭാഗമാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത്, 66-ാം സർഗത്തിൽ. ഈ സർഗം ഇതോടുകൂടി സമർപ്പിക്കുന്നു. അടുത്ത സർഗം പാരായണം ചെയ്യുമ്പോൾ ഹനുമാനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നത് കേൾക്കാം. ജാമ്പവാൻ്റെ പ്രേരണ നിമിത്തം ഹനുമാൻ ലങ്കയിലേക്ക് സമുദ്രത്തെ തരണം ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുന്നു. അടുത്ത അധ്യായം പാരായണം ചെയ്തതിന് ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാക്കാം. എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ